Praise the Lord. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming as soon as very soon. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയുടെ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ തിരുനാമത്തിന് സ്തോത്രം. എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. നമ്മൾ തുടർച്ചയായി കണ്ടിന്യൂസായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസക്കാലം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നാം അവസാനിപ്പിച്ചത്. അതിൽ 7 കാഹള ന്യായവിധികളുടെ പരമ്പരയിൽ 7 കാഹള ന്യായവിധിയുടെ പരമ്പരയിൽ 1 മുതൽ 4 വരെയുള്ള ദൂതന്മാർ തങ്ങളുടെ കാഹളങ്ങൾ ഊതിയപ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ നടക്കുന്ന ന്യായവിധികളെ കുറിച്ചാണ് നാം വായിച്ചത്, ചിന്തിച്ചത്. ഇവിടെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. കാണുകയും കേൾക്കുകയും ചെയ്തു. ആരംഭത്തിലെ 4 ദൂതന്മാർ കാഹളങ്ങൾ ഊതിയപ്പോൾ ഭൂമിമേൽ, സമുദ്രത്തിന് മേൽ, വെള്ളത്തിന്റെ മേൽ, ആകാശത്തിന്റെ മേൽ, 1 ഭൂമിയുടെ മേൽ ന്യായവിധി ഉണ്ടായി. 2 സമുദ്രത്തിന് മേൽ ന്യായവിധി ഉണ്ടായി. 3 നദികളിൽ മേലും നീരുറവുകളിൽ മേലും ന്യായവിധി ഉണ്ടായി. 4ാമത്തെ ന്യായവിധി ഉണ്ടായത് ആകാശത്തിന്. ഈ 4 ന്യായവിധികൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ഒരു കഴുക് അഥവാ കഴുകൻ, അനീകിൽ ഒരു കഴുകൻ ആകാശത്തിൽ പറന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധി നിമിത്തം ജനത്തിന് അയ്യോ, കഷ്ടം കഷ്ടം കഷ്ടം. ഇവ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായി 9-ാം അധ്യായം ആരംഭിക്കുന്നു. 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രികാലം വായിക്കും. അതിൽ നിന്ന് ചില വിഷയങ്ങൾ ഓർപ്പിച്ച് ഇന്നത്തെ ലൈവ് സ്ട്രീം നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സ് 1-4. 5ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അടുത്തത്, പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു. അടുത്തത്,
നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. 5, അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൽ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിയപ്പെട്ടു. ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. ഒന്നാമത്തേത് ഭൂമിയിൽ ന്യായവിധി ഉണ്ടായി. രണ്ടാമത്തേത് സമുദ്രത്തിനുമേൽ ന്യായവിധി ഉണ്ടായി. മൂന്നാമത്തേത് നദികളിലും നീരുറവുകളിൽ ന്യായവിധി ഉണ്ടായി. നാലാമത്തേത് ആകാശത്തിൽ ന്യായവിധി ഉണ്ടായി. അപ്പോ 5-ാമത്തെ ദൂതൻ തന്റെ കാഹളം ധ്വനിച്ചു. അപ്പോ എന്തു സംഭവിച്ചുവെന്നാണ് 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, 5-ാമത്തെ കാഹളം ധ്വനിച്ചപ്പോൾ എന്താണ് ഈ ഭൂമിയിൽ സംഭവിച്ചത് എന്നാണ് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ആ 12 വാക്യങ്ങളും വായിച്ച് ചിന്തിപ്പാൻ ഇന്ന് സാധിക്കുകയില്ല. കാരണം അനവധി വിവരണങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 4 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഇവിടെ വായിച്ചു, 5-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് റീഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. And the 5th angel sounded, and I saw a star fall from heaven into the earth, and to him was given the key of bottomless pit. ഇവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കാണുന്ന കാര്യങ്ങളാണല്ലോ ഈ വെളിപ്പാട് പുസ്തകത്തിലെ വിവരണങ്ങൾ. ജോൺ ഈസ് ഗെറ്റിംഗ് വിഷൻ. യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, 5-ാം ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. A star from heaven fall into the earth. ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന നക്ഷത്രം, ഇവിടെ 4-ാമത്തെ ദൂതൻ ഊതിയപ്പോ നമ്മൾ വായിച്ചു, സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധയുണ്ടായി. 4-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ച സംഭവവികാസം. അന്തരീക്ഷ മണ്ഡലത്തിൽ, ആകാശമണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന സംഭവമാണ് 4-ാം ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്നത്. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധയുണ്ടായി. എപ്പോൾ? 4-ാമത്തെ ദൂതൻ തന്റെ കാഹളം ധ്വനിച്ചു.
ഈ കാഹളം ധ്വനിച്ചപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശമണ്ഡലത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും പ്രോബ്ലം സൃഷ്ടിക്കപ്പെട്ടു. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതായി. ഇത് നാല് ദൂതന്മാർ ഊതിയപ്പോൾ ഭൂമിയിലും സമുദ്രത്തിലും നദികളിലും ആകാശമണ്ഡലങ്ങളിലുമാണ് 4 ദൂതന്മാരുടെ കാഹളധ്വനികളിൽ ന്യായവിധി ഉണ്ടായത്. എന്നാൽ 5ാമത്തെ ദൂതൻ ഊതിയപ്പോ ആ ന്യായവിധി ഉണ്ടാകുന്നത് ഭയങ്കര ന്യായവിധിയാണ്. അതുകൊണ്ടാണ് 8ന്റെ 13ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഈ ഭൂലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന അതിഭീകരകരമായ ന്യായവിധി നിമിത്തം ജനത്തിന് അയ്യോ, കഷ്ടം, കഷ്ടം, കഷ്ടം. 3 ന്യായവിധികൾ. 1ാം ന്യായവിധി, 1ാം കഷ്ടം കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു എന്നാണ് 9ാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ 6ാമത്തെ ദൂതൻ ഊതിക്കഴിയുമ്പോൾ താഴെ എഴുതും 2ാം കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം ഇനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡിസാസ്റ്റർ വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി ടൈം ഓഫ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. അപ്പൊ ചിന്തിച്ചുകൊള്ളുക, 5ാമത്തെ ദൂതൻ ഊതിയപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നു. ആ നക്ഷത്രത്തിന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവനെ ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാർ ഈസ് ഗിവൺ പേഴ്സോണിഫിക്കേഷൻ. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അടുത്തത്, അവൻ അഗാധകൂപം തുറന്നു. അഗാധകൂപം, ബോട്ടംലെസ് പിറ്റ്. കാണാൻ പറ്റാത്ത വിധം ആഴമേറിയ അതിഭയങ്കരമായ ഒരു കൂപം എന്ന് പറഞ്ഞാൽ ബോട്ടംലെസ് പിറ്റ് എന്നാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും എത്തിപ്പറ്റുവാൻ കഴിയാത്ത വിധത്തിൽ ആഴമേറിയ ഒരു സ്ഥലം. ഈ ബോട്ടംലെസ് പിറ്റിലേക്കാണ് വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൽ യേശു കർത്താവ് സാത്താനെയും അവന്റെ സൈനികളെയും തള്ളിക്കളയുന്നത്. അപ്പൊ ചിന്തിക്കുക, ഈ വൺ സ്റ്റാർ ഫാളിംഗ് ഫ്രം ഹെവൻ ഇൻ ടു എർത്ത്, ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീഴുന്നു. നക്ഷത്രത്തിന് ഒരു മനുഷ്യന്റെ രൂപം പോലെ കൊടുത്തിരിക്കുന്നു. സ്റ്റാർ ഹാസ് ഗിവൺ എ പേഴ്സോണിഫിക്കേഷൻ. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്നു, എ സ്റ്റാർ fall from heaven unto the earth, and to him was given the key of bottomless pit. സ്റ്റാറിന്, നക്ഷത്രത്തിന് ഒരു പേഴ്സോണിഫിക്കേഷൻ, ഒരു പുരുഷന്റെ രൂപം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ടു ഹിം, അവന്
ഒരു മനുഷ്യനോടുള്ള സംസാരിക്കുമ്പോഴാണ് ടു ഹിം ഓർ ടു ഹെർ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഒരു മനുഷിക രൂപം പോലെ കൽപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വീണതായ നക്ഷത്രത്തിന് he got the keys of the bottomless pit. ഈ ബോട്ടംലെസ് പിറ്റ്, ഞാനിവിടെ ഒരു 2-3 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. 5ാം ദൂതൻ ഊതിയപ്പോ എന്ത് സംഭവിച്ചു? 1, ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. 1. 2, അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. 3, അവൻ അഗാധ കൂപം തുറന്നു. 4, ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ അഗാധ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അടുത്തത്, ഭൂമിയിൽ അഗാധ കൂപത്തിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഇത്രയും കാര്യങ്ങളാണ് 5ാമത്തെ ദൂതൻ ഊതിയപ്പം സംഭവിച്ചത്. ഈ വെട്ടിക്കിളിയുടെ രൂപം, അവയുടെ സമാനതയെല്ലാം നമുക്ക് ഈ ഭാഗങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ടോ? അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുമ്പോ വെട്ടിക്കിളിയുടെ രൂപം എന്തായിരുന്നു, അവയ്ക്കുള്ള ജോലി എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇതെല്ലാം കൂടെ പറയുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ കാണുന്നു, ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നു. അവന് സ്റ്റാർ ഹാസ് ഗിവൺ പേഴ്സോണിഫിക്കേഷൻ ടു ഹിം. അവന് ഓർ അവൾക്ക്, ടു ഹർ ഓർ ടു ഹിം ഓർ ടു ഹും. അവന്, ആർക്ക്? ഈ നക്ഷത്രത്തിന്, ആകാശത്ത് നിന്ന് വീണതായ നക്ഷത്രത്തിന് അവന്റെ കയ്യിൽ അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. നമ്മള് ഈ അഗാധകൂപം എന്ന് പറഞ്ഞ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇരുപതാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു വിവരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നു പേരുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെയും പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിൽ ഇട്ടു. അടുത്തത്, 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധ കൂപത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്ര വയ്ക്കുകയും ചെയ്തു. അപ്പോ ഈ 9-ാം അധ്യായത്തിൽ കാണുന്ന അഗാധ കൂപവും 20-ാം അധ്യായത്തിൽ ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ച അഗാധ കൂപവും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ അഗാധ കൂപത്തിലാണ് സാത്താനിക ശക്തികളെ പിടിച്ചു കെട്ടിയിടുന്നത്. വ്യക്തമായൊരു ഉദാഹരണം ഞാൻ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. നമ്മള് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ബുക്ക് ഓഫ് ലൂക്കോസ്, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 8-ൽ നാം വായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ്, അത് 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ടോ. യേശു ഗദരദേശത്തേക്ക് വരുന്നു. യേശു ഗദരദേശത്തേക്ക് വരുമ്പോൾ
അവിടെ ഒരു ഭൂതഗ്രസ്തനെ കാണുന്നു. ആ ഭൂതഗ്രസ്തൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രേ ആയിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട്, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. അതവനെ ബഹുകാലമായി ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ചിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്തു. യേശു അവനോട്, നിന്റെ പേരെന്ത്? അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നുകൊണ്ട് അവന്റെ പേര് ലഗിയോൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിച്ചു. എവിടേക്ക്? പാതാളത്തിലേക്ക് പോകുവാൻ. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവിടേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു ഈ ഭൂതഗ്രസ്തരോട്, ഭൂതം ബാധിച്ച മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ലഗിയോൻ, 6000 പേരിറങ്ങുന്ന അതിശക്തനായ ഭൂതത്തെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞുവിട്ടു. ഇവിടെ എഴുതിയിരിക്കുന്നു ഹെയ്ഡ്സ്, പാതാളം. ഈ പാതാളത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ, ഞങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടരുതേ എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വെയർ ഡീമൺസ് വെയർ imprisoned for the final judgment. Bottomless place is for the place of demons were kept for the final judgment. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ലൂക്കോസ് സുവിശേഷത്തിലെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിച്ചത്. ഭൂതഗ്രസ്തനായ ഈ മനുഷ്യൻ, നമ്മളത് ഇംഗ്ലീഷിലെ ആ ഭാഗം ഞാൻ എൻ്റെ 31 വാക്യം ഒന്ന് വായിക്കുകയാണ്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 31. ഇംഗ്ലീഷിലെ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അവിടെ ഉണ്ട്. ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ്. ഇവിടെ പറയുന്നത്, ജീസസ് ആസ്ക്ഡ് ഹിം സെയിങ്, വാട്ട് ഈസ് യുവർ നെയിം? ആൻഡ് ഹി സെഡ്, ലീജിയൻ, because many devils were entered into him. And they besought him that he would not command them to go out into the deep. He would not command them to go out into the deep. ആഴങ്ങളിലേക്ക് പോകുവാൻ. നമ്മൾ അതിന്റെ ഗ്രീക്ക് ഭാഷാന്തരത്തിലേക്ക് കടന്നു നിന്ന് പഠിച്ചു നോക്കിയാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഹെയ്ഡ്സ് എന്നാണ്. ഹെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഹീബ്രുവിലെ ഷയോൾ, പാതാളം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ യേശുവിനോട് ഈ ഭൂതങ്ങൾ പറയുകയാണ്, പാതാളത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കരുതേ എന്ന് പറഞ്ഞാൽ, the bottomless pit is the place where the demons were imprisoned for the eternal judgment. 20-ാം അധ്യായത്തിലെ ഭാഗം ഞാനതിനാണ് വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗം കൂടെ ഞാനൊന്ന് വായിപ്പാനിടയായത്. സാത്താനെയും, പഴയ പാമ്പായ സാത്താനെയും 20-ാം അധ്യായത്തിലെ വാക്യം ഒന്നുകൂടെ ഞാനത് വായിക്കാം. വളരെ ക്ലിയർ ആയ ഒരു ഭാഗമാണ്. അത് ക്ലിയർ ആക്കാൻ വേണ്ടി വെളിപ്പാട് 20-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗം ഒന്നുകൂടെ ഞാനൊന്ന് ക്ലിയർ ആക്കുകയാണ്. ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാച്
സാത്താനും പഴയ പാമ്പായ സർപ്പത്തെ, പിശാച് സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഇവരെവിടാ സൂക്ഷിച്ച് 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്ര വയ്ക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അഗാധ കൂപം അഥവാ ബോട്ടംലെസ് പിറ്റ്, ആഴമില്ലാത്ത സ്ഥലം. ഇവിടെ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, 9-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, 5-ാമത്തെ ദൂതനൂതിയപ്പോ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ് കിടക്കുന്നത് യോഹന്നാൻ കണ്ടു. അവന് ആ നക്ഷത്രത്തിന് സ്റ്റാർ ഹാസ് ഗിവൺ എ പേഴ്സോണിഫിക്കേഷൻ. അവന് അഗാധകൂപം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ താക്കോൽ ലഭിച്ചു. ആ താക്കോല് കൊണ്ട് ഇവൻ അഗാധകൂപം തുറന്നു. ഈ അഗാധകൂപം എന്താണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഗാധകൂപം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോട്ടംലെസ് പ്ലേസ്. ആഴം കാണുവാൻ കഴിയാത്ത ഗർത്തങ്ങൾ. ഇന്ന് ഭൂമിയിൽ സമുദ്രത്തിലുള്ള ഏറ്റവും വലിയ ആഴമേറിയ സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. ശാസ്ത്രം ഇത്രത്തോളം ഉയർന്നിട്ടും no one is able to go into the Bermuda Triangle. ഇപ്പോഴും പറയുന്നു, ബർമുഡ ട്രയാങ്കിളിൽ അതിന്റെ ടോപ്പിൽ കൂടെ, അതിന് മുകളിൽ കൂടെ കപ്പലുകളോ ഫ്ലൈറ്റുകളോ ഒക്കെ പോയെങ്കിൽ അവരാകർഷിച്ച് ഈ ട്രയാങ്കിളിനകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് സയൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ദാറ്റ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. 8,000 above അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി. ഈ എവറസ്റ്റ് കൊടുമുടി പോലും ബർമുഡ ട്രയാങ്കിളിനുള്ളിൽ ഇറങ്ങിപ്പോകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമെന്തെന്ന് ചോദിച്ചാൽ, ഈ അഗാധകൂപം ഇതുപോലെ just like a Bermuda Triangle, it can be a place in earth or it can be a place in sea or somewhere. I don't know where is the place actually, but the theologians and the biblical teachers are teaching and telling that the bottomless pit can be either Hades, the place where the demons were imprisoned for eternal punishment. അപ്പൊ കർത്താവ് പറയുന്നൊരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു തരാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന അതിപ്രധാനമായ ഒരു ഭാഗമുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാത്യു ചാപ്റ്റർ 25-ാം അധ്യായത്തിന്റെ അവസാനത്തെ ചില ഭാഗം. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന് 41-ാം വാക്യമാണ്. 40-41 വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നല്ല ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞാൽ, ദ ബോട്ടംലെസ് പിറ്റ്
എന്ന് പറയുമ്പോ അവിടെ നിന്നിങ്ങനെ പുക പൊങ്ങിക്കൊണ്ടിരിക്കുക, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തുന്ന തീയും കെടാത്ത ചാകാത്ത പുഴുവും ഇതൊക്കെ ഹെൽ എന്ന് പറഞ്ഞ ഹെയ്ഡ്സ് എന്ന് പറയുന്ന HADES ഹെയ്ഡ്സ്, അഗാധ കൂപം അഥവാ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പ്രാർത്ഥിക്കുന്ന സ്ഥലം, സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകളെ പിടിച്ച് ബന്ധിച്ചിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തേക്ക് ഇവരെ വലിച്ചെറിയും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോ ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഇതിനെക്കുറിച്ച് എ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് നടത്തിയുണ്ട്. അത് ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുകയാണ്. ബോട്ടംലെസ് പിറ്റ്, it is often associated with hell, around underworld എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It means pit does not have limit. ഒരു ലിമിറ്റ് ഇല്ലാത്ത അതിഭയങ്കരമായ അതിഗർത്തമായ ഒരു സ്ഥലം. It is a place where demons have been imprisoned for many years, and it is called the abyss. അപ്പൊ ഞാൻ പറഞ്ഞത് അഗാധ കൂപമെന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ബോട്ടംലെസ് പിറ്റ്, ഇത് പല വ്യാഖ്യാനങ്ങൾ നമ്മുടെ ആൾക്കാർ കൊടുക്കാറുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് എണ്ണക്കിണറുകളാണെന്നും യോഹന്നാന്റെ കാലഘട്ടത്തിൽ ഇത്രയും വലിയ കിണറുകളൊന്നും ഇല്ലായിരുന്നെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ചില ദേവദാസന്മാരുണ്ട്. ഞാൻ അവരോട് കൂടെ ഐ ആം നോട്ട് സ്റ്റാൻഡിങ് വിത്ത് ദം. ഐ ആം ഗോയിങ് ഡയറക്ട്ലി ഇൻ ടു ദി ബുക്ക് ഓഫ് റെവലേഷൻ. വ്യാഖ്യാനങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പലരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അതിനെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നല്ലോ, 92-ൽ 1991-92 ഇറാഖ് കുവൈറ്റ് യുദ്ധം നടന്നപ്പോ സദാം ഹുസൈന്റെ, അതായത് ഇറാഖിൽ നിന്ന് കുവൈറ്റില് എണ്ണക്കിണറുകളിലേക്ക് ബോംബ് വർഷിക്കപ്പെട്ടു. അപ്പോ അന്ന് കാലത്ത് വായിച്ചത് ഞാൻ ഓർക്കുന്നു, ഈ എണ്ണക്കിണറുകളിലെ പുക കുവൈറ്റിന്റെ അതിർത്തി രാജ്യമായ സൗദിയിലും കുവൈറ്റിന്റെ അതിർത്തി രാജ്യമായ മസ്കറ്റിലും നാളുകളോളം നിന്നിരുന്നു എന്നാണ് അന്നത്തെ പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പൊ ചിലര് വ്യാഖ്യാനിക്കാറുണ്ട് യോഹന്നാന്റെ കാലത്ത് ഇത്രയും വലിയ കിണറുകളൊന്നും ഇല്ലായിരുന്നെന്നും ഇത് 100 കണക്കിന് മീറ്റർ ആഴമുള്ള എണ്ണക്കിണറുകളാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ചിലരുണ്ട്. ഞാൻ അവിടേക്ക് കടന്നു പോകുന്നില്ല. ഐ നോ ഇറ്റ്സ് എ പ്ലേസ് വെയർ there is no limit. 2, I know this bottomless place is a place for the demons were imprisoned for final judgment. സാത്താനിക ശക്തികളെ അവസാന കാലത്തെ ന്യായവിധിക്കായി ദൈവം ഇടുവാൻ പോകുന്ന സ്ഥലമാണ് ബോട്ടംലെസ് പിറ്റ്. തെളിവ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചായിരുന്നു. സ്വർഗത്തിൽ ഒരു ദൂതൻ അഗാധകൂപത്തിന്റെ താക്കോലും ചങ്ങലയുമായി വന്നിട്ട് പിശാചിനെയും പഴയ പാമ്പായ മഹാസർപ്പത്തെയും പിടിച്ച് ചങ്ങലക്കിട്ട്
അഗാധകൂപത്തിന്റെ താക്കോലിട്ട് പൂട്ടി മുദ്ര വെച്ച് 1000 ആണ്ടേക്ക് സൂക്ഷിച്ചു എന്ന് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുകൊണ്ട് 9-ാം അധ്യായത്തിൽ കാണുന്ന ബോട്ടംലെസ് പിറ്റും 20-ാം അധ്യായത്തിൽ കാണുന്ന ബോട്ടംലെസ് പിറ്റും ഒന്നാണ് എന്ന് ആണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അഗാധ കൂപം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആർക്കും അളക്കുവാൻ കഴിയാത്ത വിധം ആഴമേറിയൊരു സ്ഥലം. ഈ സ്ഥലത്താണ് ദൈവം വീണുപോയ ദൂതന്മാരെ ഇട്ടിരിക്കുന്ന സ്ഥലം. അടുത്തത് 25-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, പിശാചിനും അവന്റെ സന്തതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യദണ്ഡനത്തിലേക്ക് നിങ്ങൾ പോകുവീൻ എന്ന് പറഞ്ഞാൽ ഈ ഹെയ്ഡ്സ് അഥവാ ഷയോൾ അഥവാ നമ്മുടെ മലയാളത്തിൽ പറയുന്ന നരകം, നഗരം